ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിരിക്കുന്നത് മുട്ട ചീക്കിയതാണ്. പേര് എന്ത് വേണമെങ്കിലും വിളിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടി നല്ലതായി തോന്നി, അങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പിലയും മല്ലിയിലയും, പിന്നെ ഒരു പച്ചമുളകുമാണ് കേട്ടോ. പച്ചമുളക് നടുകെ കീറിയത്. നമ്മൾ ഒരു പാനിൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഈ ഒരു നമ്മുടെ സവാളയുടെയൊക്കെ ഒരു കളറ് ചെറുതായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 2 സ്പൂണ് മുളക് പൊടി എടുത്തിരിക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് ഒരു 2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ വേണ്ടൂ ഇതിന് മസാല. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് അധികം എണ്ണ ഒഴിച്ച് കൊടുക്കണം, വളരെ അധികം വേണ്ട. കാരണം ഇതൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി പുഴുങ്ങിയതെന്ന് പറഞ്ഞാല് ശരിക്കും നമ്മൾ പുഴുങ്ങിയിട്ടില്ല, അതൊന്ന് ചിക്കി ചിക്കിയ പോലെയാണ് ഇതാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മുട്ട എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് വേവിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു മുട്ട വെച്ചിട്ടും ഈ ഒരു കറി നമുക്ക് ഒരു 3-4 പേർക്കൊക്കെ വിളമ്പി കൊടുക്കാം. കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ മുട്ട എന്ന് പറയുന്നത് നമ്മൾ ഒരു 2-3 മിനിറ്റ് മാത്രം നല്ല ടെമ്പറേച്ചറിൽ പുഴുങ്ങിയെടുക്കുന്നതേ ഉള്ളൂ. കാരണം ഉള്ള് ശരിക്കും നമ്മൾ മുട്ടക്കറിക്കൊക്കെ വേവുന്ന പോലെ നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേ നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പണിയില്ല കേട്ടോ, ഒരു പണിയുമില്ല. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോഴേ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും, അതുപോലെ മുട്ടയൊക്കെ നമുക്ക് പെട്ടെന്ന് കുറവൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു സബ്ജി 1-2 മുട്ട വെച്ചിട്ട് നമുക്ക് ഒരു കുറച്ചധികം ആൾക്കാർക്ക് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ദോശയ്ക്കും ചൂടോടുകൂടിയിട്ട് ചപ്പാത്തിക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഈ ഒരു റെസിപ്പി, നമ്മുടെ മുട്ട ചീക്കിയത്.